ചെറുപ്പുളശ്ശേരി SHO ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണം സ്ഥിരീകരിച്ച യുവതി ഡിവൈഎസ്പിയെ ഉമേഷ് ടെറസിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചത് യുവതി മൊഴി നൽകി. പാലക്കാട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് യുവതിയുടെ മൊഴിയെടുത്തത്. സലാമുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി. സലാം, ഈ കേസുമായി ബന്ധപ്പെട്ട ഈ യുവതിയുടെ മൊഴി എന്ന് പറയുന്നത് വളരെ നിർണായകമായിരുന്നു. അതിൽ ഡിവൈഎസ്പിക്ക് കുരുക്ക് മുറുകുകയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? യുവതിയുടെ മൊഴിയുടെ ഉള്ളടക്കം എങ്ങനെ? അനീഷ, നിലവിൽ ചെറുപ്പുളശ്ശേരിയിൽ SHO CA ആയിരിക്കുന്ന സമയത്താണ് ഈ ഉമേഷ് CA ആയിരിക്കുന്ന സമയത്താണ് ബിനു തോമസ് എന്ന് പറയുന്ന SI അവിടെ ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പ് ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ ഉമേഷിന്റെ ACP ആയിട്ടുള്ള ഉമേഷിന്റെ പേര് അതിലുണ്ടായിരുന്നു. ആ പേരിൽ അദ്ദേഹം പറയുന്നത് ഈ യുവതിയുമായി, അതായത് ഈ പരാമർശപ്പെട്ട യുവതിയെ പീഡിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചു എന്നുള്ളതാണ്. DYSP ആയിട്ടുള്ള ഉമേഷ് ശ്രമിച്ചു എന്നുള്ളതാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് യുവതിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് ക്രൈംബ്രാഞ്ച് DYSP ആണ് യുവതിയുടെ മൊഴി എടുത്തിരിക്കുന്നത്. യുവതി പറയുന്നത് 2014 ഏപ്രിൽ 15 വീട്ടിലെത്തിയ ശേഷം ഉമേഷ് തന്നെ ടെറസിലേക്ക് വലിച്ചയച്ച് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആ മൊഴി പറയുന്നത്. അത് യുവതി സ്ഥിരീകരിക്കുകയാണ്. നേരത്തെ ആത്മഹത്യാക്കുറിപ്പിൽ പുറത്തു വന്ന വിവരങ്ങളെ സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ യുവതി ചെയ്യുന്നത്. ഏതായാലും യുവതിയുടെ മൊഴി പെട്ടെന്ന് തന്നെ രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായിരിക്കുന്നു. പാലക്കാട് ക്രൈംബ്രാഞ്ച് DYSP യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഒരു പക്ഷേ കൂടുതൽ കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ഉമേഷ് പറയുന്നത് തനിക്കിങ്ങനെ ഒരു യുവതിയുമായി യാതൊരു ബന്ധവുമില്ല, യുവതിയെ അറിയില്ല, ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് പുറത്തു വന്നതെന്ന കാര്യങ്ങൾ തന്നെ അതെന്താണെന്നുള്ളത് തനിക്ക് അറിയില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഉമേഷിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ആരോപണം, അല്ലെങ്കിൽ യുവതി ഇങ്ങനെയൊരു ആരോപണം ഈ ആത്മഹത്യാക്കുറിപ്പിലും പിന്നാലെ യുവതി തന്നെ മൊഴി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നുള്ളൂ. ഏതായാലും നിലവിൽ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളെ സംബന്ധിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല, കൂടാതെ യുവതിയുമായി ഒരു പരിചയമില്ല എന്നുള്ളത് തന്നെയാണ് ഉമേഷ് ഇപ്പോഴും പറയുന്നത്. ഏതായാലും പാലക്കാട് ക്രൈംബ്രാഞ്ച് DYSP ഈ യുവതിയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനീഷ്.